ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമ്മുടെ 2022 ആദ്യത്തെ ക്രിസ്മസ് ക്രാഫ്റ്റ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് നമുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്തേക്കുന്നത് നമ്മുടെ ആ ഒരു സലോ ടേപ്പൊക്കെ തീർന്നു കഴിയുമ്പോൾ ആ ഒരു കാർഡ്ബോർഡ് പീസ് നമുക്ക് കിട്ടുമല്ലോ, അപ്പോൾ അതാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഒരു തെർമോക്കോൾ പീസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ഒരു സർക്കിൾ ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു സർക്കിൾ ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്, പക്ഷേ എനിക്കത് കാണാനായിട്ട് അത്ര ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നുകൂടി ആ ഒരു സർക്കിൾ വരച്ചെടുത്തു. പിന്നെ അതിന് പുറമേ ആയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ വരച്ചെടുത്തത്. അപ്പോൾ 4 സൈഡിൽ നിന്നും 2 സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു സ്ക്വയർ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക കേട്ടോ. പിന്നെ ആ ഒരു സെലോ ടേപ്പ് തീർന്ന പീസ് കിട്ടിയതുകൊണ്ടാണ് ഞാനത് എടുത്തേക്കണേ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടല്ലോ, അതിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ട് നമുക്കത് നല്ല വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ സെലോ ടേപ്പ് തീർന്ന സംഭവം ഉണ്ടല്ലോ, അതുമേലായിട്ട് കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു തെർമോക്കോൾ പീസിലേക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് ഒട്ടിയിരിക്കുമോ എന്നുള്ളതൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഗ്രീൻ കളറിലെ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആ ഒരു തെർമോക്കോൾ പീസിൻ്റെ വീതി ഉണ്ടല്ലോ, അതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. എന്നിട്ട് ആ ഒരു മെഷർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ആ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനത് അളന്ന് നോക്കിയപ്പോൾ 1 പോയിൻ്റൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 1.5 സെൻറ്റിമീറ്റർ വെച്ചാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഒട്ടിച്ച് കഴിയുമ്പോൾ കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ മുകളിലേക്കായിട്ട് നിൽക്കും, അത് കുഴപ്പമില്ല കേട്ടോ. ഇനി കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് തന്നെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ അതുപോലത്തെ 2 പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തെർമോക്കോൾ പീസിൻ്റെ സൈഡ് കവർ ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയും മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ 4 സൈഡിലും നമുക്ക് ഇതുപോലെ ആ ഒരു ഫോം ഷീറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ 4 സൈഡും നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റെഡ് കളറിലെ ഫോം ഷീറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു സെലോ ടേപ്പിൻ്റെ പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിങ്ങനെ അളന്ന് നോക്കിയപ്പോൾ 2 something ആണ് വരുന്നത്. അപ്പോൾ നമ്മളത് റൗണ്ട് ചെയ്തിട്ട് 2.5 സെൻറ്റിമീറ്ററിലാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഇങ്ങനെ കുറച്ച് നമ്മൾ മെഷർമെൻറ്റ് കയറ്റി എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്കത് ഒട്ടിച്ച് കഴിയുമ്പോൾ കറക്റ്റ് നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മേലായിട്ട് അതുകൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കി പുറത്തേക്കായിട്ട് നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ആ ഒരു എൻഡിലായിട്ട് കുറച്ചധികം ഫെവിക്കോൾ ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. കാരണം ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നമ്മൾ ആ ഒരു ഫോം ഷീറ്റിൻ്റെ മുകളിലേക്ക് ഗ്ലിറ്റർ ഉള്ള ഭാഗം ഉണ്ടല്ലോ, അതുമേലായിട്ട് ഒട്ടിച്ചെടുക്കുമ്പോൾ ഒട്ടാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാൻ കൂടി വേണം കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ആ ഒരു മുകളിലുള്ള ഭാഗം മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുമേലായിട്ടൊരു ചെറിയ അലങ്കാരപ്പണി കൂടി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റെഡ് കളർ ഫോം ഷീറ്റിനായിട്ട് ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ളത് നമുക്ക് ബോട്ടിലിൻ്റെ അടുപ്പമേലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ ആദ്യം ഞാൻ അതായിരുന്നു ഒട്ടിച്ചെടുത്തത്. പക്ഷേ ആ ഒരു രണ്ടാമത്തെ പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒട്ടിച്ചെടുത്തപ്പോൾ മുകളിലുള്ളത് ഇങ്ങനെ അടർന്നു പോകുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ആ ഒരു അടുപ്പുമിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഫോം ഷീറ്റിൻ്റെ എൻഡുകൾ തമ്മിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, അത് നന്നായിട്ട് തന്നെ നമുക്ക് ഒട്ടിക്കിട്ടും. ഫെവിക്കോൾ തന്നെ എടുത്താൽ മതി. പക്ഷേ കുറച്ചധികം നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. പിന്നെ ഒട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിങ്ങനെ വിട്ടു പോകത്തൊന്നുമില്ല. പിന്നെ ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവുക, പെട്ടെന്ന് പണി കഴിയുമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറേ സാധനങ്ങൾ വാങ്ങാറുണ്ടല്ലേ. അപ്പോൾ ഇത് നേരത്തെ വാങ്ങിയിട്ടുള്ളതാണ്, ഇവിടെ ഇരിക്കണ കണ്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിൽ നിന്നായിട്ട് നമ്മളൊരു കുഞ്ഞൻ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ളൊരു പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ, അത് അതുമേലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. പിന്നെ പശ തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് കവർ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ പുറത്തേക്കൊന്നും പോവില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടല്ലോ, അതുമേലായിട്ട് ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇവിടെ ഞാനൊരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. നമുക്കതിനുള്ളിലായിട്ട് ഒരു സംഭവം കൂടി വയ്ക്കാനായിട്ടുണ്ടായിരുന്നു. അത് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ഞാൻ കവർ ചെയ്തെടുത്തിട്ടോ. പിന്നെ അതെടുത്ത് മാറ്റിയിട്ട് നമ്മൾ ആ ഒരു സംഭവം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്നോമാനാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇത് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസ് ക്രാഫ്റ്റിൽ ഞാൻ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലായിട്ട് കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ ആ ഒരു സ്നോമാനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതിന് പുറമേ ആയിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ആ ഒരു ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തപ്പോൾ ഇതുപോലെ കുറച്ച് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒന്ന് പഞ്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. ഇതുപോലെ കുറച്ച് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ആ ഒരു തെർമോക്കോൾ പീസിൻ്റെ സൈഡിലായിട്ട് ഞാൻ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞൻ ഗിഫ്റ്റ് ഇവിടെ റെഡി ആവും. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലോട് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.